ഇലക്ട്രൽ ബോണ്ട് എന്നാൽ അഴിമതിയാണോ? എന്തിനാണ് സുപ്രീം കോടതി അതിനെ റദ്ദാക്കിയത്? ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയവർ ആരാണ്? ഇലക്ട്രൽ ബോണ്ടിലൂടെ പണം നേടിയത് BJP മാത്രമാണോ? ആദ്യം എന്താണ് ഈ ഇലക്ട്രൽ ഫണ്ടിംഗ് അഥവാ ക്യാമ്പയിൻ ഫിനാൻസ് അഥവാ തിരഞ്ഞെടുപ്പ് ധനസഹായം എന്ന് നോക്കാം. അമേരിക്ക, ഇംഗ്ലണ്ട് മുതലായ വികസിത രാജ്യങ്ങളിലും ഉള്ള ഒരു പ്രക്രിയയാണ് ഇലക്ട്രൽ ഫണ്ടിംഗ്. ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഏതൊരു സ്ഥാനാർത്ഥിക്കും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ പണം ആവശ്യമാണ്. പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള ഒരുപാട് ജനങ്ങൾ പാർക്കുന്ന അതിവിശാലമായ ഒരു രാജ്യത്ത് രാഷ്ട്രീയ നയങ്ങളും പ്രകടന പത്രികാ വാഗ്ദാനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതും വോട്ട് അഭ്യർത്ഥിക്കുന്നതിനുമായി ജാഥകൾ, ചുമരെഴുത്തുകൾ, ഫ്ലെക്സ് ബോർഡുകൾ, നോട്ടീസുകൾ എന്നിവ തൊട്ട് മീറ്റിങ്ങുകൾ, FM റേഡിയോ, TV പരസ്യങ്ങൾ, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ക്യാമ്പയിനുകൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾ സംഘടിപ്പിക്കുവാനും പണം ആവശ്യമാണ്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലോ കോളേജുകളിലോ ഇലക്ഷൻ നടക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ പിരിവ് നടത്തിയിരുന്നു. വീട് വീടാന്തരം കയറിയുള്ള പിരിവുകൾ, സ്ഥാപനങ്ങളെ സമീപിച്ചുള്ള പിരിവുകൾ, റോഡിൽ ബക്കറ്റ് പിരിവുകൾ എന്നിവ നടത്തിയിരുന്നു. ഇതേ രീതിയിൽ വലിയ ധനികരിൽ നിന്ന്, വലിയ കമ്പനികളിൽ നിന്നും തിരഞ്ഞെടുപ്പ് ആവശ്യത്തിനായി പിരിവ് നടത്തുന്നതിനെയാണ് ഇലക്ട്രൽ ഫണ്ടിംഗ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ തിരഞ്ഞെടുപ്പിന് വേണ്ടി സമാഹരിക്കുന്ന ധനസഹായം രാഷ്ട്രീയ പാർട്ടികളുടെയോ സർക്കാരിൻ്റെയോ ഏതെങ്കിലും വഴിവിട്ട നിലപാടുകൾക്ക് വേണ്ടി ആകണമെന്നില്ല. സ്ഥാനാർത്ഥികളോടോ പ്രവർത്തകരോടോ ഉള്ള പരിചയം, രാഷ്ട്രീയ പാർട്ടിയോടുള്ള പിന്തുണ, സഹകരണം എന്നിവയൊക്കെ ആകാം. ഇനി എങ്ങനെയാണ് ഇന്ത്യയിൽ ഇലക്ട്രൽ ഫണ്ടിംഗ് നടന്നുകൊണ്ടിരുന്നത് എന്ന് നോക്കാം. 2013 വരെ വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും പാർട്ടികൾ അവരുടേതായ രീതികളിൽ ധനസമാഹാരം നടത്തുകയായിരുന്നു പതിവ്. 2013 ഇലക്ട്രൽ ട്രസ്റ്റ് എന്ന പദ്ധതിയിലൂടെ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുവാനുമുള്ള നടപടി ആരംഭിച്ചു. വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ ട്രസ്റ്റുകൾ രൂപീകരിക്കാനുള്ള അവകാശവും ആ ട്രസ്റ്റുകളിലൂടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് തിരഞ്ഞെടുപ്പ് ആവശ്യത്തിനായി പണം കൈമാറാനുള്ള അവസരവുമാണ് ഇലക്ട്രൽ ട്രസ്റ്റ് പദ്ധതി. ഇതുവഴി സംഭാവന നൽകുന്നവർക്ക് അത് ന്യായമായി ഉണ്ടാക്കിയ പണം ഇതിനുവേണ്ടി ഉപയോഗിക്കുവാനും ഇതിനുവേണ്ടി കള്ളപ്പണം തേടാതിരിക്കുവാനും ഈ സംഭാവനകൾക്ക് ഇൻകം ടാക്സ് കിഴിവ് ലഭിക്കുവാനും ഉള്ള അവസരമുണ്ടായി. പക്ഷേ വളരെ കുറച്ച് സ്ഥാപനങ്ങൾ മാത്രമാണ് ഈ പദ്ധതി ഉപയോഗിച്ചു തുടങ്ങിയത്. അവരിൽ നിന്നും സംഭാവന ലഭിക്കാത്ത പാർട്ടികൾ, മറ്റ് സംസ്ഥാനങ്ങളിലെ പാർട്ടികൾ എന്നിവരെല്ലാം സംഭാവനയ്ക്കായി അവരെ സമീപിച്ചു തുടങ്ങി. അങ്ങനെ ഈ ഇലക്ട്രൽ ട്രസ്റ്റ് പദ്ധതി അധികമായി ഉപയോഗിക്കാതിരിക്കുകയും കള്ളപ്പണ മാർഗം തന്നെ ഇലക്ട്രൽ ഫണ്ടിങ്ങിന് തുടരുകയും ചെയ്തപ്പോഴാണ് കള്ളപ്പണം ഉപയോഗിക്കാതെ ഇരിക്കുവാനും എന്നാൽ 2013 മുമ്പുണ്ടായിരുന്ന സംഭാവനകളുടെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടിയും ഇലക്ട്രൽ ബോണ്ട് പദ്ധതി 2017 സർക്കാർ നടപ്പിലാക്കുന്നത്. അങ്ങനെ ഇലക്ട്രൽ ഫണ്ടിങ്ങിൻ്റെ പരിണാമം പരിശോധിച്ചാൽ ഇത് യുക്തിപരമായി തോന്നും. എന്നാൽ എന്തുകൊണ്ടാണ് സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുകളെ നിരോധിച്ചത്? ഒന്ന്, ഈ സംഭാവനയുടെ രഹസ്യ സ്വഭാവം പരിഗണിച്ച് സർക്കാരുകളിൽ നിന്ന്, രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും അന്യായമായി ആനുകൂല്യങ്ങൾ നേടിയെടുക്കുവാൻ അവകാശം കൊടുക്കുന്നു. 2, ഈ സംഭാവനയുടെ വിവരങ്ങൾ നിയമവശാൽ തന്നെ രഹസ്യമായി സൂക്ഷിക്കുന്നത് കൊണ്ട് ഇത് വിവരാവകാശ നിയമത്തെ മാനിക്കുന്നില്ല. ഈ കാരണങ്ങൾ കൊണ്ടാണ് സുപ്രീം കോടതി 2024 ഫെബ്രുവരി 15 വിധിയിലൂടെ ഈ പദ്ധതി റദ്ദാക്കിയത്. അതിൻ്റെ കൂടെ വിവരാവകാശ നിയമത്തെ മാനിക്കുവാനായി ഈ പദ്ധതിയിലൂടെ സംഭാവന നൽകിയവരുടെയും ലഭിച്ചവരുടെയും വിവരങ്ങൾ പരസ്യപ്പെടുത്തുവാനും കോടതി നിർദ്ദേശിച്ചു. ഏകദേശം 1300ഓളം സ്ഥാപനങ്ങളോ വ്യക്തികളോ ഈ ഇലക്ട്രൽ ബോണ്ട് വഴി 24 രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. ആകെ 12,500 കോടിയോളം സംഭാവനയായി വന്നതിൽ BJPക്ക് ഏകദേശം 6,000 കോടി രൂപ, പശ്ചിമ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിന് 1,500 കോടി, കോൺഗ്രസിന് 1,300 കോടി, പിന്നെ തെലങ്കാനയിലെ ഭാരതീയ രാഷ്ട്രീയ സമിതി, ഒഡീഷയിലെ ബിജു ജനതാദൾ, തമിഴ്നാട്ടിലെ DMK, അങ്ങനെ പോകുന്നു. ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ എന്താണ് ഇലക്ട്രൽ ഫണ്ടിംഗ് എന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും തിരഞ്ഞെടുപ്പിലെ മത്സരവും വിജയവും അടിസ്ഥാനപ്പെടുത്തിയാകും സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഇലക്ട്രൽ ഫണ്ടിംഗ് ലഭിക്കുക. ഇലക്ട്രൽ ബോണ്ട് പദ്ധതി വന്ന സമയം തൊട്ട് പാർലമെൻറ്റിലെ MP-മാരുടെ കണക്കും സംസ്ഥാനങ്ങളിലെ MLA-മാരുടെ കണക്കും എടുത്ത് പരിശോധിച്ചാൽ ഇലക്ട്രൽ ഫണ്ടിങ്ങിലൂടെ ലഭിച്ച തുക ജനപ്രതിനിധികളുടെ എണ്ണത്തിന് ഏകദേശം ആനുപാതമായിട്ടാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. 2013 മുതലുള്ള ഇലക്ട്രൽ ട്രസ്റ്റുകളുടെ ഡേറ്റ പരിശോധിച്ചാലും അവയിൽ BJPക്കാണ് കൂടുതലും സംഭാവന ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സംഭാവനകൾ കൊടുത്ത സ്ഥാപനങ്ങളെ പരിശോധിച്ചാൽ അവരുടെ ബിസിനസ് വ്യാപിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ജനപ്രതിനിധികളുടെ അനുപാതത്തിലാണ് കൂടുതലും സംഭാവനകൾ നൽകിയിരിക്കുന്നത് എന്നും കാണാം. ഉദാഹരണത്തിന് ഇലക്ട്രൽ ബോണ്ട് വഴി ഏറ്റവും അധികം സംഭാവന ചെയ്ത ഫ്യൂച്ചർ ഗെയിമിംഗ് എന്ന കമ്പനി 1368 കോടി രൂപ സംഭാവന ചെയ്തതിൽ 542 കോടി തൃണമൂൽ കോൺഗ്രസിനും 509 കോടി DMKയ്ക്കും
184 കോടി ആന്ധ്രയിലെ YSR കോൺഗ്രസിനുമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ പദ്ധതിയിലെ മറ്റൊരു വിമർശനം കേന്ദ്രം ഭരിക്കുന്ന BJP അന്വേഷണ സ്ഥാപനങ്ങളായ ED, CBI മുതലായവ ഉപയോഗിച്ച് പല സ്ഥാപനങ്ങളിലും നിന്ന് സംഭാവന പിരിച്ചെടുത്തു എന്നാണ്. അപ്പോൾ ഉണ്ടാകുന്ന മറുചോദ്യം, തൃണമൂൽ കോൺഗ്രസിനും DMKയ്ക്കും ഒക്കെ ഈ പറയുന്ന ED, CBI മുതലായ സ്ഥാപനങ്ങളിൽ അധികാരമുണ്ടായിരുന്നിട്ടാണോ അവർക്കും ഈ കോടികളുടെ സംഭാവനകൾ ലഭിച്ചിരിക്കുന്നത്? അതെന്തായാലുമല്ല. ഈ സംഭാവനകളും ഈ ഏജൻസികളുടെ അന്വേഷണവുമായി താരതമ്യപ്പെടുത്തി നോക്കിയാലും പലയിടങ്ങളിലും സംഭാവന ലഭിച്ചു കഴിഞ്ഞിട്ടും അന്വേഷണം തുടങ്ങിയതായി കാണാം, അന്വേഷണം മുന്നോട്ട് പോയതായി കാണാം, സ്ഥാപനങ്ങളുടെ ആസ്തികൾ മരവിപ്പിച്ചതായും കാണാം. ചിലയിടങ്ങളിൽ അന്വേഷണം തുടങ്ങിയ ശേഷം സംഭാവന നൽകിയിട്ടുമുണ്ട്. എന്നാൽ സംഭാവനകളും അന്വേഷണങ്ങളും തമ്മിൽ വ്യക്തമായ ഒരു ബന്ധം കാണാൻ സാധിക്കുന്നതുമല്ല. ഏത് രാജ്യത്തെ ഇലക്ട്രൽ ഫണ്ടിംഗ് എടുത്തു നോക്കിയാലും ജനപ്രതിനിധികൾ രൂപീകരിക്കുന്ന നയങ്ങളും സർക്കാർ വകുപ്പുകളുടെ തീരുമാനങ്ങളും ബാധിക്കുന്ന സ്ഥാപനങ്ങളും വ്യക്തികളും ആകും കൂടുതൽ സംഭാവന നൽകുക. ഇപ്പോൾ ഇന്ത്യയിൽ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പരിശോധിച്ചാലും അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ കൂടുതൽ സംഭാവന നൽകിയവരുടെ പട്ടികയിൽ കാണാം. അതേസമയം ഈ നയങ്ങളും തീരുമാനങ്ങളും ബിസിനസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന അനേകം സ്ഥാപനങ്ങളുടെ പേരുകൾ ഈ സംഭാവന നൽകിയവരുടെ ലിസ്റ്റിൽ കാണുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ സംഭാവനകളും കമ്പനികൾക്ക് ബിസിനസ് ചെയ്യാൻ ലഭിക്കുന്ന സൗകര്യങ്ങളും വാണിജ്യ കരാറുകളും തമ്മിൽ ബന്ധമുണ്ട് എന്ന് പറയാൻ സാധിക്കുകയില്ല. ഈ സംഭാവന തുകകൾ വിവിധ പാർട്ടികളുടെ ജനപ്രതിനിധികളുടെ അനുപാതത്തിലും ആണെന്ന് അവയിൽ ഒന്നും ഇപ്പോഴുള്ള വിവരങ്ങൾ വെച്ച് അഴിമതി കാണുവാൻ സാധിക്കുന്നില്ല എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്തായാലും നമ്മുടെ രാജ്യത്ത് ഇലക്ട്രൽ ഫണ്ടിങ്ങിന് സുതാര്യവും പ്രായോഗികവുമായ ഒരു പദ്ധതി വരും നാളുകളിൽ ആവശ്യമാണ് എന്നതിൽ സംശയമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വിഷയത്തിൽ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്യുക. വീണ്ടും കാണാം. നന്ദി. താങ്ക് യു.